കുട്ടിയുടെ ചേച്ചി കൊടുക്കുന്നത് എന്റെ അനിയത്തിയുമായിട്ട് ഇങ്ങനെ ഒരു വിവാഹ ആലോചന വന്നിരുന്നു. ദിൽഷാദുമായിട്ട് എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പൊ 17 വയസ്സായതുകൊണ്ട് ഇപ്പം കല്യാണം കഴിക്കാൻ പറ്റില്ല, 1 വർഷം കഴിഞ്ഞ് 18 വയസ്സായതിനു ശേഷം കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പം അയാൾ വന്നിട്ട് പുതിയൊരു കല്യാണം കഴിക്കുന്നു, ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയാതെ പുതിയ ഒരു കല്യാണം കഴിക്കുന്നു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് മുമ്പിൽ ആ ഒളിച്ചോടിയ സമയത്ത് 2-3 യൂട്യൂബ് ചാനലിൽ അതിലൊക്കെ ഈ കുട്ടിക്ക് മുട്ടായി കൊടുക്കുന്ന ഫോട്ടോസൊക്കെ പ്രചരിപ്പിച്ചിരുന്നു ഇവര് തന്നെ. അപ്പൊ ആ ഫോട്ടോസൊക്കെ പുറത്തു പോയതാണ്. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞു, ഞാനാണ് ഈ കുട്ടിയെന്ന് അറിഞ്ഞു. അങ്ങനെയൊക്കെ ഒരു പറഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വഴിയില്ല. അപ്പൊ ആ രീതിയിലാണ് അവരെ പരാതി. അതുകൊണ്ട് ആ കല്യാണം തടയണം. ഈ ഇവൻ രണ്ടാമത് കല്യാണം കഴിക്കുന്ന കല്യാണം തടയണം. നമസ്കാരം. കാസർഗോഡ് ഹോസ്ദുർഗ CI KP ഷൈനും വക്കീലും ഒരു കുടുംബവും പ്രവാസിയായ ഒരു യുവാവിനെ പോക്സോ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പരാതി കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 3 ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിരുന്നു. ആദ്യം ആ വാർത്ത ഒന്ന് കേൾക്കാം. വാർത്തകളിലേക്ക്. വ്യാജ പോക്സോ കേസിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ചുവെന്ന പരാതി. കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയുടെ പരാതിയിൽ ഹോസ്ദുർഗ് CIക്കെതിരെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹോസ്ദുർഗ് CI KP ഷൈൻ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പറയുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു. അതിലേക്ക് ആദ്യം ഇല്ല സാർ സംസാരിച്ചോണ്ടുണ്ട് സാർ. ശരി, അങ്ങനെ നമ്മൾ പിന്നെ വക്കീലെടുത്ത് പോയി സംസാരിച്ചിട്ട് അവര് 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. രണ്ടാമത് വക്കീൽ പറഞ്ഞിട്ട് പിന്നെ അവര് പറഞ്ഞു 12 പറഞ്ഞു. ഇപ്പൊ 10ലേക്ക് വക്കീൽ പറഞ്ഞു 10. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുക്കാന്നല്ലാണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും ചെയ്തിട്ടാന്നുള്ളത് വക്കീലിന് മനസ്സിലായി. അവൻ സമ്മതിച്ചും ചെയ്തു നോക്കില്. ഇത്രയെല്ലാം ചോദിക്കുന്നത് അവരെങ്ങനെ നിൽക്കുന്നില്ല. അവര് അങ്ങനല്ല വക്കീൽ പറഞ്ഞു വെച്ചാൽ അവര് 12 കുറച്ചത് നിൽക്കുന്നില്ല എന്ന് പറയുന്നു. ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ സാറേ? ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് അങ്ങനെ കൊടുത്തു. പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രം താല്പര്യത്തിൽ ഇങ്ങനെ ഒരു വ്യാജ കേസ് ഉണ്ടാക്കിയതാണോ അതോ മറ്റാരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചാണോ? ഒരു പരാതിയെ ഏതൊക്കെ രീതിയിൽ വക്രീകരിക്കാം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി തന്നെ ഈ കേസിനെ നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവാസി മലയാളി അയാൾ ഒരു വിവാഹം കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് പെണ്ണ് കാണുന്നു. പിന്നീട് മറ്റ് ചടങ്ങുകളിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്കും അയാളുടെ കുടുംബത്തിനും മനസ്സിലാവുകയാണ് ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം. പിന്നീട് അവർ ആ ബന്ധത്തിൽ നിന്ന് മാറുന്ന സമയത്ത് ആ വിവാഹം എന്തുകൊണ്ടും കഴിപ്പിക്കണം എന്നുള്ള ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ നിർബന്ധ വാശിയുടെ പുറത്താണ് അവർ ഈ പോക്സോ പരാതിയുമായി മുന്നോട്ടേക്ക് വരുന്നത്. ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു കേസിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ള ആളെന്ന് പറയുന്നത് അയാൾ കാസർഗോഡ് ഹോസ്ദുർഗ് സ്വദേശിയാണ്. ഇയാളുടെ പേരിൽ വിദ്യാനഗർ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ഇപ്പോൾ ഹോസ്ദുർഗ് CIയുടെ മുന്നിൽ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. ഈ പരാതിക്ക് കൊടുത്തതിന് പിന്നിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു ആരോപണം ഉയർന്നത്. ഇതിൽ കൃത്യമായി പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ അവരുടെ കുടുംബം അത് മറച്ചു വെച്ച് പ്രവാസിയായ ഒരു യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് പ്രായപൂർത്തിയായില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കല്യാണത്തിൽ നിന്നും പിന്മാറിയെന്നും തുടർന്ന് പോലീസും കുടുംബവും വക്കീലും ചേർന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുന്ന ആർക്കും വളരെ നിഷ്കളങ്കമായ ഒരു പരാതിയായിട്ടാണ് തോന്നുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരണമെന്ന് തോന്നി. എന്നാൽ ഇത്രയും വലിയൊരു ഭീകരമായ രീതിയിലുള്ള ഒരു വാർത്ത വന്നിട്ടും കാസർഗോഡ് എന്തുകൊണ്ട് ഇതൊരു ചലനമായില്ല? എന്തുകൊണ്ട് ഇതൊരു സംസാര വിഷയമായില്ല? അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആദ്യം ഈ പരാതിയുമായി ബന്ധപ്പെട്ട മുഖ്യ കണ്ണിയായ വിദ്യാർത്ഥിനിയെ ഞങ്ങൾ ബന്ധപ്പെട്ടു. വിദ്യാർത്ഥി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ നുസൈബ് എന്ന് പറയുന്ന വക്കീലിനെയും ബന്ധപ്പെട്ടു. അപ്പോഴാണ് രസകരമായ പല കഥകളും കൃത്യമായി തന്നെ ഞങ്ങളിലേക്ക് എത്തുന്നത്. നുസൈബ് ആരാണെന്ന് കൂടി കേൾക്കണം, അത് ആരുടെ വക്കീലായിരുന്നു കൂടി ജനങ്ങൾ അറിയണം. ആദ്യം നുസൈബിന്റെ സംഭാഷണം കേൾക്കാം. പെൺകുട്ടി ഞങ്ങളോട് വെളിപ്പെടുത്തിയ വിഷയങ്ങൾ അടുത്ത ഭാഗത്തും കൂടി കാണാം. നുസൈബാണോ? അതെ, അഡ്വക്കേറ്റ് നുസൈബ് അല്ലേ?
അതെ അതെ. ഞാൻ ബുർഹാൻ തളങ്കരയാണ്, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് വന്നിരുന്നു, അത് നിങ്ങളെ കാണാൻ പറ്റിയില്ല. ഓക്കെ, അതായത് ഇപ്പോ കാഞ്ഞങ്ങാട് CI പോക്സോ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാശ് ആവശ്യപ്പെട്ടു എന്നും ആ രീതിയിലുള്ള ഒരു വാർത്ത, 3ഓളം വാർത്തകളാണ് വന്നത്. അതിൽ മാതൃഭൂമി വാർത്ത മാത്രമാണ് അത് മുഴുവനായിട്ട് നൽകിയിട്ടുള്ളത്. അതാണ് എനിക്ക് ഈ ഒരു കേസിൽ സംശയം തോന്നാൻ കാരണം മറ്റു 2 വാർത്തകളിലും പകുതി വോയിസേ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷെ മാതൃഭൂമി മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ എന്റെ ഏറ്റവും ശ്രദ്ധയിൽപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീലായ താങ്കളാണ് 12 ലക്ഷം 18 ലക്ഷം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, CI പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയണ്ട, അത് നിങ്ങളെ വിഷയമാണ്, ഞങ്ങൾക്ക് ഈ കേസിന്റെ കാര്യത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാനുള്ളതെന്നാണ് CI പറയുന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് ഇതിലെ ഈ പ്രതി എന്ന് പറയുന്ന ദിൽഷാദ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അവരെന്റെ കക്ഷിയായിരുന്നു. അവരുടെ ഒരുപാട് ആദ്യം ഇവന്റെ ആദ്യത്തെ വൈഫ് ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസ് എന്റെ അടുത്തുണ്ടായിരുന്നു. അത് പ്രകാരം ഈ ഒളിച്ചോടിയ കുട്ടിക്കെതിരെ, ഈ സ്ത്രീക്കെതിരെ ഞങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ 75 പ്രകാരമൊക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്തിരുന്നു. അതിൽ FIR ഒക്കെ രജിസ്റ്റർ ചെയ്ത് ആ സംഭവങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ഇവർക്കുള്ള എല്ലാ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ഇവർക്ക് ഈ 75 ആക്ട് പരാതി കൊടുത്തതിന് ശേഷം ഇവര് ജപ്പാനിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ കോടതിക്ക് ചാർജ് കൊടുക്കണമല്ലോ, കുറ്റപത്രം കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഇവരോട് വരാൻ പറഞ്ഞു. അതുപോലെ ഇവർ വന്നു. എന്നിട്ട് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് അത് ചാർജ് കൊടുക്കുകയും ചെയ്തു പോലീസുകാർ. ഒളിച്ചോട്ടോ ബന്ധപ്പെട്ട് കുട്ടിയെ ഉപേക്ഷിച്ചു പോയി എന്നുള്ള കേസിലാണ്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണമല്ലോ, സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇവർ എന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനിടയിലുള്ള ഒരു സംഭവം, ഈ ഒളിച്ചോടിയ പെൺകുട്ടിയുടെ വക്കീൽ പയ്യന്നൂരുള്ള ഒരു വിനോദ് എന്ന് പറഞ്ഞ വക്കീലാണ്. അവര് ഫാമിലി കോർട്ടിൽ ഈ കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഈ ദിൽഷാദിന്റെ കുട്ടിയെ ഉമ്മയായ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഫാമിലി കോർട്ടിൽ കസ്റ്റഡി OP ആയിട്ട് ഫയൽ ചെയ്തിട്ട് അതിൽ ഈ ദിൽഷാദ് ഹാജരാവാത്തതിനാൽ, ദിൽഷാദ് ജപ്പാനിലാണല്ലോ, അവര് ഹാജരാവാത്തതിനാൽ അത് എക്സ്പാർട്ടെ ഓർഡർ ആയി. ഈ ഉമ്മാക്ക് അനുകൂലമായിട്ട് കോടതി ഓർഡർ ആക്കി കുട്ടിയെ കസ്റ്റഡി എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പാർട്ടെ. അത് ഡിസംബർ 2-ാം തീയതിയാണ് എക്സ്പാർട്ടെ ഓർഡർ ആവുന്നത്. അപ്പോ ഇവർ എന്റെ അടുത്ത് വരുന്നു. ആര്? ഈ ദിൽഷാദിന്റെ ബ്രദേഴ്സായ ഷൗക്കത്തും യൂനുസും എന്റെ അടുത്ത് വരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കുട്ടിയുടെ ഓർഡറായി. ഞാൻ പറഞ്ഞു നമ്മൾക്കത് എക്സ്പാർട്ടെ സെറ്റിസൈഡ് ചെയ്യാൻ കൊടുക്കാം, അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മൾക്ക് എക്സ്പാർട്ടെ സെറ്റിസൈഡ് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് വീണ്ടും കുട്ടിയുടെ തരാൻ പറ്റില്ല, കുട്ടി അച്ഛന്റെ കൂടെയാ താമസിക്കുന്ന, ആ കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നു ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്, അങ്ങനെ പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് നമുക്ക് സ്റ്റേഷനിലേക്ക് കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല, 3 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് അതിനുള്ള എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരുന്ന രീതിയിൽ എന്തെങ്കിലും സൗകര്യങ്ങളാക്കാം എന്ന് പറഞ്ഞിട്ട് അവര് ആയിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ 18-ാം തീയതിയാണ്. 20-ാം തീയതിയാണ് ഡിസംബർ 18-ന് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ റെക്കോർഡ്സിൽ പോയി നിങ്ങൾക്ക് നോക്കാലോ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നോക്കി അതിൽ കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 20-നാണ് ഇവർ ഈ പരാതി കൊടുക്കുന്നത്. ഈ കുട്ടിയുടെ ഈ പീഡിത എന്ന് പറയുന്ന ഇരയാക്കപ്പെട്ട കുട്ടിയുടെ ചേച്ചിയായ ആണ് ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതി പ്രകാരം സ്വാഭാവികമായിട്ടും പോലീസ് അവരെ വിളിക്കുന്നു, എന്റെ കക്ഷികളായ ഈ ദിൽഷാദിന്റെ ആൾക്കാരെ വിളിക്കുന്നു. അപ്പൊ വിളിച്ചപ്പോ പരാതി എന്ത് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ചേച്ചി കൊടുക്കുന്നത് എന്റെ അനിയത്തിയായിട്ട് ഇങ്ങനെ ഒരു വിവാഹ ആലോചന വന്നിരുന്നു, ദിൽഷാദുമായിട്ട് എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പൊ 17 വയസ്സായതുകൊണ്ട് ഇപ്പം കല്യാണം കഴിക്കാൻ പറ്റില്ല, 1 വർഷം കഴിഞ്ഞ് 18 വയസ്സായതിനു ശേഷം കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പം അയാൾ വന്നിട്ട് പുതിയൊരു കല്യാണം കഴിക്കുന്നു, ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയാതെ പുതിയ ഒരു കല്യാണം കഴിക്കുന്നു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് മുമ്പിൽ ആ ഒളിച്ചോടിയ സമയത്ത് 2-3 യൂട്യൂബ് ചാനലിൽ ഒരു അറേബ്യൻ മലയാളി വ്ളോഗ്, പിന്നെ ഒരു അതുൽ വ്ളോഗ്, അങ്ങനെ എന്തൊക്കെയുണ്ട്. അതിലൊക്കെ ഈ കുട്ടിക്ക് മുട്ടായി കൊടുക്കുന്ന ഫോട്ടോസ് ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു.
ഇവര് തന്നെ. അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ പുറത്തു പോയതാണ്. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞു, ഞാനാണ് ഈ കുട്ടിന്ന് അറിഞ്ഞു, അങ്ങനെയൊക്കെ ഒരു പറഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വഴിയില്ല. അപ്പൊ ആ രീതിയിലാണ് അവരെ പരാതി. അതുകൊണ്ട് ആ കല്യാണം തടയണം. ഈ ഇവൻ രണ്ടാമത് കല്യാണം കഴിക്കുന്ന കല്യാണം തടയണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ്. ആ പരാതി പ്രകാരം പോലീസ് അവരെ വിളിക്കുന്നു. അത് പ്രകാരം എന്റെ കക്ഷികൾ എന്റെ അടുത്തേക്ക് വരുന്നു. എന്റെ കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഈ ദിൽഷാദിന്റെ ബ്രദേഴ്സായ ഷൗക്കത്തും യൂനുസും എന്റെ അടുത്ത് വരുന്നു. എന്നിട്ട് എന്നോട് വക്കീലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഈ പെൺകുട്ടിയുടെ ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണ് പരാതിക്കാർ, എന്താ സംഭവം എന്ന് പറയുമ്പം എന്ന് പറയുന്ന വ്യക്തിയെ പറയുന്നു. വൈഫിന്റെ അനിയത്തിയാണ് ഈ പെൺകുട്ടി. അങ്ങനെ പറഞ്ഞ സമയത്ത് ഇതിന്റെ സംഭവം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരെന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു ഒന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. കാരണം ഈ ഫ്രണ്ടാണ്, ഈ യൂനിസിന്റെ ഫ്രണ്ടാണ്. യൂനിസ് ആരാണ്? ഈ ദിൽഷാദിന്റെ അനുജൻ. ഓക്കെ, അതായത് നിങ്ങളുടെ കക്ഷിയുടെ അനുജനാണ് യൂനുസ്, യൂനുസിന്റെ ഫ്രണ്ട് ആണ്. അപ്പൊ അവര് ഒരുപാട് വർഷങ്ങളായിട്ട് അവരെ നിങ്ങൾ ഫോൺ കോളും കാര്യങ്ങളും അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ്. ഈ ജപ്പാൻ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പോലും എന്റെ അടുത്തേക്ക് ഈ ദിൽഷാദിനെ കൊണ്ടുവരുന്നതിൽ പോലും ആൾക്കാരൊക്കെയാണ് ഉള്ളത്. ഈ യൂണിസൊക്കെ ഒന്നിച്ചാണ് എന്റെ ഓഫീസിൽ വന്നിട്ടുള്ളത് ഈ 6 മാസം മുമ്പിലൊക്കെ. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇത് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് അവരെ വിളിച്ച് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ കക്ഷികളുടെ ആവശ്യപ്രകാരം, അതായത് ഈ ഷൗക്കത്തിന്റെയും യൂനിസിന്റെയും ആവശ്യപ്രകാരമാണ് ഞാൻ ഈ പേര് അവർ രണ്ടുപേര് വരുന്നു. അങ്ങനെ അവര് വന്നിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് ചർച്ച നടത്തുന്നു. പറയുന്ന ഒരു കാര്യം ഇനി ഈ കുട്ടിയുടെ രണ്ടാമത് ഇനി ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങൾ ഫോട്ടോസ് ഒക്കെ മുഴുവൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ചെറിയ കുട്ടിയാണ്, നിങ്ങളുടെ ഭാര്യയായിട്ട് എല്ലാം ഓക്കെ ആയതാണ്. അതിനുശേഷം നിങ്ങൾ ഒഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതി കൊടുക്കണം. അത് എമൗണ്ട് ആയിട്ടല്ല, നിങ്ങൾ കുട്ടിയുടെ അടുത്ത കല്യാണം കഴിപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. കുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചാൽ മതി, കുട്ടിയുടെ വിവാഹ അതിനുള്ള ചെലവുകൾ നിങ്ങൾ വഹിച്ചാൽ മതി. അപ്പോ അവര് പറഞ്ഞു അത് എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ ഒരു 30 പവനെങ്കിലും. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലുള്ള കുടുംബമാണോ? അതെ, ഈ കുട്ടിയുടെ ഉമ്മ ക്യാൻസർ പേഷ്യന്റ് ആണെന്നും ഉപ്പ ഹൃദ്രോഗി ഹാർട്ട് പേഷ്യന്റ് ആണെന്നും ഇവർ ക്വാർട്ടേഴ്സിൽ താമസമാണ് വന്നവരാണ്, വളരെ കഷ്ടപ്പെട്ടവരാണെന്നാണ് എനിക്ക് ഇവര് പറഞ്ഞത്. അപ്പൊ വളരെ ദാരിദ്ര്യം, ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതാണ്, ഒന്നും ഇല്ലാത്തവരാണ്. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരു വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ച് ഈ കുട്ടിയുടെ ഫോട്ടോ, ഇനി വേറൊരു വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്നുകിൽ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കല്യാണമാണെങ്കിൽ അതിനുള്ള ഇത് കുട്ടിയുടെ വിവാഹത്തിന്റെ ചെലവുകൾ വഹിക്കുക എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ടേബിളിൽ വെച്ച് നടക്കുന്ന ചർച്ചകളാണ്? എന്റെ ചേംബറിനകത്ത് നടക്കുന്ന ചർച്ചകളാണ്. അതെ, സ്വാഭാവികമായിട്ടും എന്റെ കക്ഷികൾ എന്ന് പറയുന്നത് ഈ ദിൽഷാദിന്റെ ആൾക്കാരായതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യലാണല്ലോ എന്റെ പ്രൊഫഷണലി എന്റെ ധർമ്മം. അതുകൊണ്ട് ഞാൻ നൗഫലിനോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന അത്രയൊന്നും രൂപ തരാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ അത് കുറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളെ കക്ഷികളും പറഞ്ഞു 1 ലക്ഷം രൂപ മാത്രമേ കൊടുക്കാൻ പറ്റൂ, അതിനധികം ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്നൊക്കെ എന്റെ കക്ഷികളും പറഞ്ഞു. അങ്ങനെ ഇത് ചർച്ച ചെയ്ത് സ്വാഭാവികമായിട്ടും ഒരു എമൗണ്ട് കുറക്കുമല്ലോ. അങ്ങനെ അവർ 15 ലക്ഷം പറഞ്ഞു, പിന്നെ 12 ലക്ഷത്തിലേക്ക് എത്തി. അതായത് 15 ലക്ഷം എന്ന് പറയുന്നത് ഈ 30 പവൻ സ്വർണം കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ 30 പവന്റെ വിലയായ 15 ലക്ഷം രൂപ അത് ക്യാഷ് ആയി തരണം എന്നില്ല, നിങ്ങൾ ഗോൾഡ് ആയി ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. കല്യാണത്തിന് ഇട്ടാൽ മതി. അതല്ല എങ്കിൽ പിന്നെ അവർ കുറച്ചിട്ട് 20 പവനും അതിന്റെ കൂലി അടക്കുന്ന രീതിയിലാണ് 12ലേക്ക് എത്തുന്നത്. അതൊക്കെ കഴിഞ്ഞ് അപ്പൊ എന്റെ കക്ഷികൾ അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ 1 തരാം, അല്ലെങ്കിൽ 1.5 വരെ മാക്സിമം പോകാം എന്നുള്ള രീതിയിലാണ് എന്റെ കക്ഷികൾ പറഞ്ഞത്. അങ്ങനെ അവിടെ ആ ചർച്ച തെറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ് പോകുന്നു. എന്നോടൊക്കെ ആവുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ വക്കീല്, ഒരേ വക്കീലന്മാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഞാൻ എന്റെ കക്ഷികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കണ്ടിട്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു നീ ഒരു 2 ദിവസം സമയം എന്താ, കാരണം ഈ ഷൗക്കത്തിനോ യൂനിസിനോ ഈ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. കാരണം അവരല്ല പൈസ തരേണ്ടത് ഈ ദിൽഷാദാണ്. അപ്പൊ ദിൽഷാദോട് ചോദിച്ചിട്ട് നിന്നോട് വിവരം പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഒരു ദിവസം മാറ്റി നിർത്തി 1 ദിവസം സമയം ചോദിച്ചു. അങ്ങനെ 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും ഈ വിവരം കിട്ടാത്തപ്പോ അവരെന്നെ വിളിക്കും, ഷൗക്കത്തിനെ വിളിക്കുന്നു. ഷൗക്കത്ത് പറയുന്നു അത്ര പൈസ കിട്ടാൻ പറ്റില്ല. പുറത്തു വന്നത് 1 ലക്ഷം രൂപ അവര് ആവശ്യപ്പെട്ടത് 12ലേക്ക് ഇപ്പൊ അവരെത്തിയിട്ടുണ്ട് എന്നൊക്കെ എന്റെ ഫോൺ കോൾ ഉണ്ട്, അവര് പുറത്തുവിട്ട ഫോൺ കോൾ.
അപ്പോ ഈവൻ ഈ ഷൗക്കത്ത് പറയുന്ന അത്രയൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ എമൗണ്ട് ആണ്. നിങ്ങൾ അവരോട് ഒരു ഇന്ന് ശനിയാഴ്ചയല്ലേ, ഇത് ഞായറാഴ്ചയല്ലേ, നാളെ ഡിസംബർ 25 ക്രിസ്മസ് ലീവ് അല്ലേ, അപ്പൊ സ്റ്റാമ്പ് പേപ്പർ കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു നെക്സ്റ്റ് ഡേയിലേക്ക് വെക്കൂ. അപ്പൊ ഞാൻ വീണ്ടും നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഈ വെയിറ്റ് അതിനകത്ത് നമുക്ക് സംസാരിക്കാം. അപ്പൊ പറഞ്ഞു അത് ഇവര് ജപ്പാനിലേക്ക് തിരിച്ചു പോകാനുള്ള ഇവരുടെ അടവാണ്. എന്നിട്ട് പരാതിയെല്ലാം അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കിട്ടില്ല. അതുകൊണ്ട് വക്കീല് ഒരു കാര്യം ചെയ്യും, ഒരു 1 ലക്ഷം രൂപ തൽക്കാലത്തേക്ക് തന്നിട്ട് നിങ്ങൾ അവരെ വക്കീലല്ലേ നിങ്ങളെ കയ്യിൽ വെക്കൂ, അതല്ലെങ്കിൽ സ്റ്റേഷനിൽ മധ്യസ്ഥര് പോലീസുകാരുടെ കയ്യിലോ, അപ്പൊ പോലീസുകാരുടെ കയ്യിൽ അവർ പൈസ വാങ്ങില്ല, അതുകൊണ്ട് തന്നെ വക്കീലിന്റെ കയ്യിൽ വാങ്ങും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഷൗക്കത്ത് പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കല്യാണം നടക്കുന്നതാണ്, അതുകൊണ്ട് ഇപ്പൊ പൈസ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് അഗ്രിമെന്റ് ആക്കാം. അപ്പൊ അവര് വീണ്ടും ഞാൻ നൗഫൽ പറയുന്ന ഒരു കാര്യം എങ്കിൽ ഒരു ചെക്കോ അതല്ലെങ്കിൽ അവരുടെ പേരിലെ വണ്ടിയോ എന്താന്ന് വെച്ചാൽ അവരത് സ്റ്റേഷനിലോ അല്ല വക്കീലിന്റെ കയ്യിലോ വെക്കട്ടെ, നിങ്ങൾ അവരെ വക്കീലാണല്ലോ, എന്നാലും ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ്, കാരണം അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ വെക്ക്, എന്നിട്ട് നമ്മൾക്ക് സ്റ്റാമ്പ് പേപ്പർ കിട്ടി ചൊവ്വാഴ്ച അഗ്രിമെന്റ് ആക്കാം, അപ്പൊ ഇത് തിരിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുന്നു. ഇതാണ് അവിടെ നടന്ന സംഭവം. അത് കഴിഞ്ഞ് അവര് തിരിച്ചുപോയി. പിന്നീടാണ് ഇവര് ഈ കുട്ടി കല്യാണം കഴിയുന്നത്. അപ്പൊ ഈ സ്റ്റേഷനിലുള്ള പരാതി പ്രകാരമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അതിൽ ഈ കല്യാണം തടയണം. സിഐന്റെ ഫോൺ കോൾ എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക്? സിഐ ഈ ഷൗക്കത്തിനെ വിളിച്ചത് പ്രകാരം ഷൗക്കത്ത് എന്റെ ഓഫീസിലേക്ക് വരുന്നതാണ്. സിഐ പറഞ്ഞു നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, അതായത് ഈ കല്യാണം തടയണം എന്നുള്ള പരാതിയാണ്. അപ്പോ നിങ്ങളുടെ വക്കീലിനോട് സംസാരിക്കും, കാരണം അവരെ വക്കീൽ ഞാനാണല്ലോ, ആ രീതിയിലാണ് എന്റെ അടുത്ത് വരുന്നത്. അല്ലാതെ ഈ പോലീസ് ഈ പണവുമായിട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. പോലീസിന് പണം ആവശ്യപ്പെടാൻ എങ്ങനെയൊക്കെ പറ്റുക? പോലീസ് അതിൽ ആ സിഐയുടെ വോയിസിൽ തന്നെ അത് വ്യക്തമാണ്. പണത്തിന്റെ കാര്യമൊന്നും സിഐ പറയുന്നില്ല, പൈസന്റെ കാര്യമാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ പുറത്തു പോയി സംസാരിക്കുമെന്നാണ് സിഐ പറയുന്നത്. അതും സിഐ അവരുടെ വക്കീലായത് കൊണ്ടാണ്. സിഐ എന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല, അവരോട് പറഞ്ഞു നിങ്ങളെ വക്കീലിന്റെ അടുത്ത് പോകും. നിങ്ങളെ വക്കീൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെ വക്കീൽ ഞാനാണ്, പ്രതികളുടെ വക്കീലിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ സംസാരിക്കും. അങ്ങനെ ഞാനാണ് ഈ പ്രതികളുടെ ആവശ്യപ്രകാരം, ഈ ഷൗക്കത്തിന്റെയും യൂനിസിന്റെയും ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വിളിച്ചു വരുത്തുന്നത് പോലും. എന്നിട്ട് നിങ്ങളുടെ കക്ഷികളുടെ ആവശ്യപ്രകാരമാണ് പ്രതിഭാഗത്തിലുള്ള ആളുകളെ, പരാതിക്കാരെ നിങ്ങൾ വിളിച്ചു വരുത്തുന്നത്? അതെ, അത് പ്രകാരമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോഴും പോക്സോ അല്ല പരാതി, വെറും കല്യാണം തടയണം എന്നുള്ള പരാതിയിൽ ഈ കുട്ടിയുടെ കല്യാണം കഴിയുന്നതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ ഗോൾഡായിട്ട് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അത് പ്രകാരമാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നതും ഈ ചർച്ച അലசி തിരിയുന്നതും 2 ദിവസം വേണമെന്ന് പറയുന്നതും. ഈ ഫോണിൽ ബാക്കി ചർച്ച ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഫോണിൽ കൂടിയാണ് അത് നടത്തുന്നത്. അതിൽ ഒരിടത്തും ഞാൻ ഇവരോട് പൈസ എനിക്ക് പേഴ്സണലി ഞാൻ ആവശ്യപ്പെടുന്നില്ല. കക്ഷികൾ ഇത്ര രൂപ പറയുന്നു, അങ്ങനെയാണ് അവരെത്ര പറയുന്നു. അപ്പൊ ഞാൻ തന്നെ അവരോട് പറയുന്നുണ്ട് അത്രയൊന്നും രൂപ നിങ്ങൾ കൊടുക്കണ്ട, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പറ്റില്ലല്ലോ, നമ്മൾ ചെറിയ എമൗണ്ടിലേക്ക് നമുക്ക് സംസാരിക്കാം. പക്ഷെ അവരാവശ്യപ്പെട്ട പ്രകാരം ഇവൻ ജപ്പാനിലേക്ക് തിരിച്ചു പോകും എന്നുള്ള ഒരു പേടി കൊണ്ട് അവര് പറഞ്ഞു അവൻ പോയാൽ പിന്നെ ഞങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അതിന്റെ തൽക്കാലത്തേക്കുള്ള ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ചെക്കോ അല്ല വണ്ടിയോ അവിടെ വെക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. ഇതാണ് സംഭവം. അതല്ലാത്ത ഇവിടെ വാർത്തയിലൊക്കെ പറഞ്ഞ പോലീസ് പോക്സോ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പോക്സോ കേസൊക്കെ 27-നാണ് വരുന്നത്. പോക്സോ കേസ് പരാതി കൊടുക്കുന്നത് പോലും 27-നാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അഭിമുഖം എടുത്തിരുന്നു. കുട്ടി പറഞ്ഞു ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് താൻ പൂർണ്ണമായി വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തനിക്കുണ്ടായ ആ ദുരന്തം എന്റെ കുടുംബത്തോട് പോലും ഞാൻ വെളിപ്പെടുത്തിയത്. അതെ, അങ്ങനെയാണ് എന്നോട് അവർ പറഞ്ഞത്. അങ്ങനെയാണ്, അതായത് ഈ കുട്ടിയുടെ ചേച്ചി പറഞ്ഞ പരാതിയിൽ പോലും ഇവര് ഈ കല്യാണം തടയണം എന്നല്ലാതെ മറ്റൊരു വാക്കും പറയുന്നില്ല. അത് മാനഹാനി ഉണ്ടായിട്ടുണ്ട്, ഈ കല്യാണം തടയണം എന്നുള്ള കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. അതെ, കല്യാണം കഴിക്കാൻ ഇവളെ ഉപേക്ഷിച്ചു, പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നിയ ശേഷമാണ് അവർ ആ കുട്ടി തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് പീഡിപ്പിച്ച കാര്യം ഈ കുടുംബത്തോട് പറയുന്നുള്ളത്. അതുവരെ പോക്സോ കേസ് ആയിരുന്നില്ല. ഈ ചേച്ചിക്ക് പോലും വീട്ടുകാരോട് പോലും ഈ കുട്ടി മറച്ചു വെച്ചു. കാരണം സ്വാഭാവികമായിട്ട് ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് ആ കുട്ടിയുടെ സംബന്ധിച്ച് ഇവർ കല്യാണം കഴിക്കുന്ന 100% ഉറപ്പുണ്ടായിട്ടുണ്ടാവാം. പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി പൂർണ്ണമായി വഞ്ചിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഈ പരാതി കൊടുക്കുന്നത്. ഇതില് ഈ സംഭവത്തിൽ ഇത് ക്ലിയർ ആണ്. ഈ
ആദ്യത്തെ CI സംസാരിക്കുന്ന പരാതിയിൽ പോലും ഈ പോക്സോ ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല. പക്ഷെ എന്നോട് എന്റെ കക്ഷികൾ വന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഷൗക്കത്തും യൂനുസും എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിക്കുന്ന ചർച്ചയിൽ പറയുന്നുണ്ട്, വക്കീലെ ഇനി അവര് ആദ്യത്തെ ദിവസത്തെ ചർച്ചയിലല്ല, രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ അവർ എന്നോട് പറയുന്നുണ്ട്, ഇനി അവരെങ്ങാനും പോക്സോ പരാതി കൊടുത്താലോ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതായത് അവർക്ക് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവാം, അതായത് ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ലല്ലോ. CIക്ക് പൈസ കൊടുക്കാനല്ലോ എന്ന് പറഞ്ഞിട്ട് അവരൊരു വോയിസ് പറയുന്നുണ്ട് എന്റെ പുറത്ത് വിട്ടെ. അതിലും ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ എന്റെ ഫീസാണ് വാങ്ങുന്നത്, പോലീസിന് കൊടുക്കാനെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്റെ ഫീസ് ഞാൻ എന്റേതായിട്ട് ആസ് എൻ അഡ്വക്കേറ്റ് എനിക്ക് എന്റെ ഫീസ് വാങ്ങാം. ഞാൻ എന്റെ ഫീസ് വാങ്ങുന്നുണ്ട്, അത് എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് ഞാൻ കൃത്യമായി അവരോട് പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് അവരുടെ ഒരു ഈ പോലീസിനും ആൾക്കാർക്കും എല്ലാം ബ്ലാക്ക് മെയിൽ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് ഈ ഇതിന്റെ ബാക്കിലൊക്കെ ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു പോക്സോ കേസിൽ ജാമ്യം കിട്ടുക എന്ന ഉദ്ദേശം അവർക്ക് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. ഇതൊരു പോക്സോ കേസാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഇവരെ കയ്യിലുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഇതിങ്ങനെ പോക്സോ കേസ് എങ്ങാനും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും വക്കീലെ, നിങ്ങൾ ഒന്ന് പോലീസിനോട് സംസാരിക്കുവോ? അപ്പോഴും ഞാൻ പോലീസിനെ വിളിച്ച് ചോദിച്ചപ്പം എന്നോട് കൃത്യമായി പറയുന്നുണ്ട്, അതായത് പോക്സോ കേസാണെങ്കിൽ പിന്നെ ഇതിൽ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വക്കീലെ, എപ്പോഴാണോ മൊഴി കിട്ടുന്ന ഓൺ ദി സ്പോട്ടിൽ FIR ഇടും, അത് പിന്നെ 2-3 ദിവസം പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല എന്ന് വ്യക്തമായി പറഞ്ഞത്. അത് ഞാൻ അവർ പുറത്തുവിട്ട വോയിസിൽ തന്നെ ഞാനത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കക്ഷികൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ച വിഷയമാണ് ഇത് പോലീസിന്റെ തലയിലിടുന്നത്. എനിക്കിത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഈ പോക്സോ കേസ് വന്നപ്പോ, അതായത് കുട്ടി പൂർണ്ണമായി വഞ്ചിക്കപ്പെട്ടു, ഇവൾ മറ്റൊരു കല്യാണം കഴിച്ചു, താൻ എന്നെ ബുദ്ധിമുട്ടാക്കി എന്ന് കുട്ടി പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോ കുട്ടി കുടുംബത്തോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം കൂടി പോലീസിനെ അറിയിക്കുന്നു. പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകൂർ വെടിപൊട്ടിക്കലാണ് നടന്നിരിക്കുന്നത്. അത് കൃത്യമായി അവർക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാൻ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി തന്ത്രം മാത്രമായിരുന്നു. അത് ഇപ്പൊ അവർ ആന്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ചെയ്ത ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ കൂടെ ഡോക്യുമെന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഇതേ സംഭവമാണ്. അതായത് ഞങ്ങൾ ആ പോക്സോ പരാതിയുടെ സമയത്ത് ഞങ്ങൾ ഇത് ഈ SP-ക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിക്ക് ശേഷമാണ് ഇവർ പരാതി കൊടുക്കുന്നത്. അപ്പോൾ SP-ക്ക് ഉച്ചക്ക് പരാതി കൊടുത്ത കാര്യം ഒരിക്കലും പുറത്തു വരുന്നില്ലല്ലോ. ഈ കുട്ടി പരാതി കൊടുക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പരാതിയാണത്. അത് കൂടാണ്ട് ഈ പരാതി FIR രജിസ്റ്റർ ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേയോ അല്ല അതിന്റെ നെക്സ്റ്റ് ഡേയോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഇവർക്കെതിരെ വീണ്ടും പരാതി കൊടുക്കുന്നുണ്ട് സ്റ്റേഷനിൽ. അതായത് ഇവര് പൈസ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പോക്സോ കേസിൽ കൊടുക്കുന്നു പറഞ്ഞിട്ട് വീണ്ടും ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതിയും SP-ക്ക് കൊടുത്ത പരാതിയും പിന്നെ ചൈൽഡ് ലൈനിൽ എന്തോ സംബന്ധമായി ഇവരൊരു പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയും ഈ 3 പരാതിയും ഡോക്യുമെന്റ് ആയിട്ട് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കൂടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുൻകൂർ ജാമ്യത്തിന്റെ അത് അവിടെ നിന്ന് ഹൈക്കോടതിന്റെ നിങ്ങൾക്ക് കിട്ടും. അതിൽ കൃത്യമായി ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ആന്റിസിപ്പേറ്ററി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി സ്വാഭാവികമായിട്ടും ഒരു വക്കീൽ, അവരുടെ വക്കീൽ സ്വാഭാവികമായിട്ട് അങ്ങനെ അവരെ വക്കീൽ ഞാനായിരുന്നു ആദ്യം. അപ്പൊ ഞാൻ എന്റെ കക്ഷികളെ സംരക്ഷിക്കാൻ നോക്കി. പിന്നീട് അവര് വേറൊരു വക്കീലിന്റെ അടുത്ത് പോയി. അപ്പൊ അവരെ ജാമ്യം കിട്ടാന്നുള്ള ഉദ്ദേശത്തിൽ വക്കീൽ ചെയ്തതായിരിക്കാം, ഏത് വക്കീലായാലും. അതിപ്പോ ഏത് വക്കീലും അവരെ കക്ഷികളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ആ വക്കീലന്മാരെ ധർമ്മം എന്ന് പറയുന്നത്, നമ്മളെ പ്രൊഫഷണലി. പക്ഷെ എന്നെ അവരെ ഒഴിവാക്കാനുള്ള കാരണം പോലും എനിക്ക് തോന്നുന്നത് പ്രൊഫഷണൽ എത്തിക്സിന്റെ ഭാഗമായിട്ട് എന്റെ അടുത്തുനിന്ന് ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ എന്ത് ചെയ്യും, ഇത്ര ചെറിയ കുട്ടിയാണ്, നാട് മുഴുവൻ ഈ കുട്ടിയുടെ ഫോട്ടോ പ്രചരിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, ഈ കുട്ടിയുടെ ഇനി പുതിയൊരു കല്യാണം എങ്ങനെ കഴിപ്പിക്കും, വളരെ ദാരിദ്ര്യമാണ്, ക്യാൻസർ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർ ഈ ഷൗക്കത്ത് എന്ന് പറയുന്ന ഈ ഭർത്താവിന്റെ ദിൽഷാദിന്റെ ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, അത് പ്രശ്നമില്ല, ഈ കുട്ടീനെ ഞങ്ങൾ 2ാം കെട്ട് കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോ 2ാം കെട്ട് എങ്ങനെയാ കെട്ടുക, അത് ഒരു ശരിയല്ലല്ലോ എന്ന് എന്നെ പറഞ്ഞു. നിങ്ങൾ ആ പറയുന്നത് ശരിയല്ലാന്ന് ചർച്ചിന്റെ ഇടയിൽ നിങ്ങൾ ആ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അത് പ്രശ്നമില്ല, എന്റെ അനിയനെ കൊണ്ട് തന്നെ 2ാമത് കെട്ടിച്ചോളും, എന്നാ പിന്നെ കല്യാണത്തിന്റെ ചെലവ് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, പ്രശ്നമില്ല, ആ രീതിയിൽ അവർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ഷൗക്കത്തെ. നമ്മളിപ്പോ കോടതിയിലാണെങ്കിൽ ഞാൻ നിങ്ങളെ വക്കീൽ തന്നെയാണ്. പക്ഷെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു പെൺകുട്ടിയുടെ ഉപ്പാവും കൂടി, എനിക്കൊരു മോളാണ്, ഞാനൊരു പെൺകുട്ടിയുടെ ഉപ്പാവും കൂടിയാണ്. നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. കാരണം ഒരു ചെറിയൊരു പെൺകുട്ടീനെ 2ാം കെട്ട് വരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെച്ചോളാം, ഒരു കല്യാണം കഴിച്ച് അടുത്തതും കൂടി വെച്ചോളാം, അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് ഈ ഷൗക്കത്തിന് ഇഷ്ടമായില്ല. ആ സമയത്ത് അവർ അത്
നിങ്ങൾ എങ്ങനെ ഒരു കുട്ടീനെ കുറിച്ച് അങ്ങനെ പറയാ? ആ 17 വയസ്സിലെ കുട്ടി നിങ്ങളെ വീട്ടിൽ ജോലിക്കാരിയെ പോലെ രണ്ടാം കെട്ടുകാരിയെ പോലെ വന്ന് അവിടെ നിൽക്കേണ്ടതാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷൗക്കത്തോട് പറഞ്ഞു, ഷൗക്കത്തെ നിങ്ങൾ അത് പറയാൻ പാടില്ല. ഈ പോക്സോ കേസിലെ പ്രതിയായ ദിൽഷാദിന്റെ ജ്യേഷ്ഠൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? അത് എനിക്ക് വ്യക്തമായി അറിയില്ല. നമ്മളിപ്പോ ഒരു ആരോപണം പറയാൻ പാടില്ല. അങ്ങനല്ല, കേട്ടിരുന്നു. അല്ല, ഇവർക്ക് ഈ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പെൺകുട്ടികളെ ചതിക്കുക എന്നുള്ളത് ഒരു ഹോബിയാണോ എന്നുള്ള അറിയാൻ വേണ്ടി ചോദിച്ചതെന്നുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ അവരെന്റെ കക്ഷി ആയിരുന്നല്ലോ. അവർ എന്നെ കുറിച്ച് മോശം പറഞ്ഞാൽ എനിക്കത് പറയാൻ പാടില്ലല്ലോ എന്റെ കക്ഷികളെ കുറിച്ച്. ഇപ്പോഴും യൂണിസിന്റെ വേറെ കേസൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ കക്ഷികളെ കുറിച്ച് മോശം പറയാൻ പറ്റില്ല. ഞാൻ ഇതിലെ വ്യക്തമായിട്ട് ഇതിന്റെ വസ്തുത പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17 വയസ്സുള്ള പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ച് പോയും ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ട് അവന്റെ കാര്യം കഴിഞ്ഞു, അവന്റെ ഇംഗിതം തീർന്നു, ഇവന്റെ ആഗ്രഹം കെട്ടു എന്നതിന് ശേഷം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കൊടും ചതി തന്നെയാണ് ചെയ്യുന്നത്. അതും 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. സകല മോഹം കൊടുത്തിട്ട്, സകല മോഹം എല്ലാം നാട് നീളെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് വഴിയിൽ ചണ്ട കൊട്ടി അറിയിച്ചിട്ട് അവനത് ഉപയോഗപ്പെടുത്തി ആ കുട്ടിയെ ശാരീരികമായി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജന്മത്തോട്, ആ പെൺകുട്ടി എന്ന ജന്മത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിവാണ്. എന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിട്ട് പെൺകുട്ടികളെ വീണ്ടും മോശമാക്കുകയാണ്. അയ്യോ, എന്തൊരു കഷ്ടമാണ്. ഇപ്പോഴും ആ പെൺകുട്ടി പേടിച്ച നിലയിലാണുള്ളത്. അത് ഞാൻ കണ്ടു. ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, പെൺകുട്ടി നിങ്ങൾ ടെൻഷൻ ആക്കണ്ട, എനിക്ക് പേടിയാണ്. ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് ഭയം തോന്നുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം തോന്നുന്നു എനിക്ക്. എന്നെ ഈ കക്ഷികൾ ബന്ധപ്പെട്ടു, വക്കീലെ നിങ്ങളോട് എപ്പോഴാണ് ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വേണമെന്ന് പറഞ്ഞത് എന്ന് ഈ പെൺകുട്ടിയുടെ ആൾക്കാരെ എന്നെ ബന്ധപ്പെട്ടു. ആ പെൺകുട്ടി ഇപ്പോഴും ആത്മഹത്യയുടെ വക്കീലാണ്. ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല, നിങ്ങൾ എന്താ നിങ്ങളെ കക്ഷിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെയും കൂടി കൊടുക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ പ്രതികൾക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ഇതിനൊരു എൻഡിങ് ഉണ്ടാവും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന്. ഞാനൊരു പെൺകുട്ടിയുടെ ഉപ്പ ആയതുകൊണ്ട് എനിക്കൊരു മോള് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു വാക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, രണ്ടാം കെട്ട് കഴിക്കാന്നുള്ളത്. അതാണ് എന്നെ പോലും. അതായത് ഒരു ഉപയോഗം, ആ പെൺകുട്ടീനെ ഇവര് കാണുന്ന ഒരു ഉപയോഗ വസ്തുവായിട്ട് മാത്രമാണ്. അത്രേ ഞാൻ അത്രേ പറഞ്ഞത്. കാരണം ഇവര് നീചന്മാരാണ്. ശരിക്കും പറഞ്ഞ വക്കീലെ, നമ്മൾക്ക് എന്തിനും ഒരു എത്തിക്സ് ഉണ്ട്, മനസ്സാക്ഷി എന്നുള്ള സാധനമുണ്ട്. ഇതുപോലുള്ള കക്ഷികൾക്ക് വേണ്ടി വാദിക്കാതിരിക്കുകയും ഇത് കക്ഷികളെ കൈയോടെ പോലീസിന് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അല്ല, ആസ് എ ലോയർ എനിക്ക് എന്റെ കക്ഷികളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഞാൻ അന്വേഷിച്ചു നിങ്ങളെ കുറിച്ച്. ഇന്നലെ മുഴുവനും ഞാൻ കാഞ്ഞങ്ങാടായിരുന്നു. ഞാൻ പോക്സോ കേസിൽ ഇതുവരെ അപ്പിയർ ചെയ്യാറില്ല. ഞാൻ NDPS കേസിൽ MDMA പോലുള്ള കേസുകളിൽ ഞാൻ വക്കാലത്ത് എടുക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ പൈസ വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. ഒരുപാട് കേസ് എനിക്കുണ്ട്, ലീഗിന്റെ കേസും മറ്റും പാർട്ടി കേസും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ പ്രൊഫഷണലി നല്ല പോലെ പോകുന്നതാണ്. പക്ഷെ ഞാൻ ഈ NDPS കേസിൽ അപ്പിയർ ചെയ്യാറില്ല. അതുപോലെ ഇതിലും ഈ പോക്സോ കേസിലും അപ്പിയർ ചെയ്യാറില്ല. ഞാൻ പോക്സോ കേസിൽ ആകെ അപ്പിയർ ചെയ്തത് 2 കേസിലാണ്. അത് കക്ഷികളുടെ ഡീറ്റെയിൽസ് എനിക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഒരു ക്യാൻസർ പേഷ്യന്റ് ആയ ഒരു പ്രതി, ആ പ്രതിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി ഒരു ബ്രെയിൻ ട്യൂമർ ആയിട്ട് 5 വർഷം ജീവിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രതി, അതിൽ 4 വർഷം ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ആ 1 വർഷം ഇനി ജീവിതം കൂടിയുള്ളൂ. ആ പ്രതിയുടെ ഉപ്പ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതിൽ ഞാൻ ഈ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോ കോടതിയുടെ മുമ്പിൽ പെൻഡിങ് ആണ്. എന്നല്ലാതെ ഞാൻ ഈ പോക്സോ കേസിൽ അപ്പിയർ ചെയ്യലില്ല. കാരണം ആ ചെറിയ കുട്ടികളില്ല ഇങ്ങനെ ഒരു സംഭവത്തിൽ എനിക്കൊരു മോൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത് വേണ്ടെന്നാണ് ഞാൻ എന്റെ പ്രൊഫഷണലി. അത് ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് തെറ്റായിരിക്കാം, കാരണം പ്രൊഫഷണലി അത് നമ്മൾ കക്ഷികളെ വരുമ്പോൾ എടുക്കണം. പക്ഷെ എനിക്ക് എന്റെ റൈറ്റ് ഉണ്ടല്ലോ ഏത് കേസ് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ അത് എടുക്കലില്ല, NDPS എടുക്കലില്ല. പക്ഷെ ഇതിൽ അവർ ആ ഒരു സംസാരത്തിൽ ഞങ്ങൾ രണ്ടാം കെട്ട് കെട്ടിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആസ് എ ഫാദർ എനിക്കൊരു വിഷമായപ്പോൾ ഞാൻ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അത് പറയാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്നോട് ദേഷ്യം വരികയും വക്കീൽ അത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇവർക്ക് തടി ഊരാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ, ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള എല്ലാവരെയും ഒരു കരുവാക്കി മാറ്റിയിരിക്കുകയാണ്. അതെ, അതുകൊണ്ട് അവരുടെ സാമ്പത്തിക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കാസർഗോട്ടെ ഏറ്റവും നീതിമാന്മാരായ ഒരു പോലീസ് ഓഫീസറാണെന്നാണ് പൊതുവെ ഈ ഷൈനെ കുറിച്ചുള്ള, ഈ ഹൗസുർ ഗസിയെ കുറിച്ചുള്ള ഒരു ധാരണ.
നിങ്ങൾക്ക് ലീഗലി അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അതെ നിയമപരിപാലനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്നാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. ഞാൻ ഇന്നലെ കാഞ്ഞങ്ങാട് 100 കണക്കിന് ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോഴും ഈ ഒരു വിഷയം എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളോ മറ്റു ആളുകളോ അവിടെ വലിയ ചർച്ചയാവാത്തതിന് കാരണവും ഈ ഷൈൻ എന്ന ഓഫീസറിനെ കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ടാണ്. അതെ കാരണം കാഞ്ഞങ്ങാട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാത്ത, അല്ലെങ്കിൽ കാസർഗോഡ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാത്ത ഒരു കൈക്കൂലി വാദം മാത്രമായിരുന്നു അത്. പിന്നെ അതല്ല, മാതൃഭൂമിയിൽ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഓഡിയോ റെക്കോർഡിംഗ് വന്നതോടുകൂടി ഈ സംഭവം പൊളിഞ്ഞു. അതെ, അതിൽ ആ സിയുടെ വോയിസിൽ ക്ലിയർ ആണ്. പൈസയുടെ കാര്യം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ പുറത്തു പോയി സംസാരിച്ചോളൂ, അത്രയൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അവര്. ഓക്കെ, എന്തായാലും നോക്കാം. ശരി. അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. നുസൈബ് എന്ന വക്കീലിനെ ഇവർ സമീപിച്ചിരിക്കുന്നത് ഇവർക്ക് നിയമപരമായ സഹായം ലഭ്യമാകാനാണ്. അതായത് ഇന്ന് പരാതിയുള്ള ആളുകളുടെ വക്കീലായിരുന്നു നുസൈബ്. മാത്രമല്ല, ഈ പരാതിക്കാരന്റെ ആദ്യ വിവാഹമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒളിച്ചോടി പോകുകയും തുടർന്ന് ഈ പെൺകുട്ടിയെ ഉടനടി കണ്ടെത്തുകയും ഇവരുമായി ഒരു നിശ്ചയിപ്പ് നടത്തുകയും പിന്നീട് ഇവരുടെ ഇവരുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും കുട്ടിക്ക് മറ്റൊരു കല്യാണത്തിന് സാധ്യമല്ലാത്ത രീതിയിൽ ഇത് വ്യാപകമായി, കാരണം ഇവിടെ നേരത്തെ ഒളിച്ചോട്ടം നടന്നിരുന്നു. നേരത്തെ ഒളിച്ചോട്ടം നടന്നതുകൊണ്ട് തന്നെ ഈ ഒരു എൻഗേജ്മെന്റിന് വലിയ വാർത്താ പ്രാധാന്യം, വലിയൊരു വൈറൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. ലോകമെല്ലാം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതാണ്. എങ്ങനെയാണ് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് ഇത് പോക്സോയിലേക്ക് എത്തിയത് എന്നുകൂടി അറിയണ്ടേ? എങ്കിൽ അടുത്ത ഭാഗം കാണുക. വിദ്യാർത്ഥിനി ഞങ്ങളോട് എല്ലാം വെളിപ്പെടുത്തി എങ്ങനെയാണ് ഈ പോക്സോ കേസ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കുട്ടിയെ രണ്ടാമത്തെ പ്രാവശ്യം ഇയാൾ കണ്ടത്, എന്താണ് കണ്ടതിന് ശേഷം ഇയാൾ കുട്ടിയോട് ചെയ്തത്, എല്ലാം വിദ്യാർത്ഥിനി ഞങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞങ്ങൾ ആ ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഭാഗം അടുത്ത വാർത്തയിൽ കാണുക.